വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ നാളെ വരെ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഉയർന്ന താപനില. സംസ്ഥാനത്ത് മെയ് 7 വരെ ചൂടുയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിലാണ് ഇന്നും ഉയർന്ന താപനില. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും അടുത്ത ദിവസങ്ങളിലും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ്. 40.4 ഡിഗ്രി സെൽഷ്യസാണ് പാലക്കാട്ടെ ഉയർന്ന താപനില. കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ്. മറ്റെല്ലാ ജില്ലകളിലും ചൂടുയരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. അതിനാൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശം നൽകി. അതേസമയം സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുള്ളതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സ്വർണ്ണനിരക്ക്. ഭീമ ജുവലേഴ്സ് സ്വർണം വെള്ളി നിരക്കുകൾ ബ്രോട്ട് യു ബൈ ഭീമ ജുവലേഴ്സ്. ഭീമയിൽ ഇപ്പോൾ 2.5% മുതൽ പണിക്കൂലിയിൽ തുടങ്ങുന്ന ആഭരണ കളക്ഷനുകൾ. സ്വർണം പവന് 52,600 രൂപ. വെള്ളി കിലോ 87,000, ഗ്രാമിന് 87 രൂപ. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ശേഷം ന്യൂസ് ആൻഡ് വ്യൂസിൽ ഡോക്ടർ ലാൽ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ന്യൂസ് ആൻഡ് ബ്രീഫ് ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പീക്ക് യുവർ ഹാർട്ട് വിത്ത് എ ഡയമണ്ട്. ടിക്കറ്റ് ബുക്കിംഗ് ലളിതമാക്കി ഇന്ത്യൻ റെയിൽവേ. റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകളും പ്ലാറ്റ്ഫോം ടിക്കറ്റുകളും ബുക്ക് ചെയ്യുന്നതിനുള്ള ദൂരനിയന്ത്രണം റെയിൽവേ എടുത്തു കളഞ്ഞു. ഇനി മുതൽ ടിക്കറ്റുകൾ ഏത് സ്റ്റേഷനിൽ നിന്നും യാത്രക്കാർക്ക് മൊബൈൽ ആപ്പ് വഴി എടുക്കാം. കർണാടകയിലെ ബെല്ലാരിയിലെ കല്യാൺ ജ്വല്ലേഴ്സ് സ്റ്റോറിൽ എയർ കണ്ടീഷൻ പൊട്ടിത്തെറിച്ചു. അപകടത്തിൽ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സ്റ്റോറിലെ എയർ കണ്ടീഷനുകളിൽ ഒന്നിന്റെ തകരാർ മൂലമാണ് സ്ഫോടനമുണ്ടായതെന്ന് വിവരം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മണിപ്പൂർ ചുരാചന്ദ്പൂർ ജില്ലയിലെ ശാഖയിൽ ആയുധധാരികളായ 5 പേർ കവർച്ച നടത്തി. വിവരം ലഭിച്ചയുടൻ പോലീസ് ബാങ്കിൽ എത്തിയെങ്കിലും പ്രതികൾ അപ്പോഴേക്കും ഓടി രക്ഷപ്പെട്ടിരുന്നു. പ്രതികൾക്കായുള്ള അന്വേഷണം തുടരുന്നു. ഒരാഴ്ച മുമ്പ് ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കണ്ട പുലിയെ പിടികൂടി. വ്യാഴാഴ്ച രാത്രിയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങിയത്. 2 വയസ്സ് പ്രായമുള്ള പുലിയാണ് പിടിയിലായതെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ ഉയരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. BJPയെ പ്രതിരോധിക്കാൻ രാഹുൽ ഹിന്ദി ഹൃദയഭൂമിയിലാണ് പോരാടേണ്ടത്, കേരളത്തിൽ അല്ല എന്ന് ഇടതുപക്ഷം ആവർത്തിച്ചു പറഞ്ഞത് കോൺഗ്രസിന് ഇപ്പോഴാണോ മനസ്സിലാകുന്നത്? റായ്ബറേലിയിലെ അല്ലെങ്കിൽ അമേഠിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്നത് കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിരുന്നതാണോ? അങ്ങനെയെങ്കിൽ വയനാട്ടുകാരെ രാഹുൽ ഗാന്ധി കബളിപ്പിച്ചോ? വയനാടാണ് തൻ്റെ കുടുംബം എന്ന് രാഹുൽ
വയനാട്ടുകാരോട് പറഞ്ഞത് വോട്ടിന് വേണ്ടിയുള്ള തട്ടിപ്പ് വർത്തമാനം മാത്രമായിരുന്നു? വയനാട്ടിലെ MP ആയ രാഹുലിനോട് ഇടതുപക്ഷമാണ് മത്സരിക്കാതെ മാറി നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ ഇപ്പോൾ എവിടെ പോയി? വയനാട്ടിൽ മത്സരിക്കാനെത്തി മുസ്ലിം ലീഗിനെ കൊണ്ട് ക്ഷാ വരപ്പിച്ച് കൊടിയും കോണിയും ഉപേക്ഷിപ്പിച്ചത് എന്തിനായിരുന്നു? കൊടി പിടിക്കാതെ വയനാട്ടിൽ പ്രചരണം നടത്തി അത് രാഹുൽ സ്റ്റൈൽ ആണെന്ന് പറഞ്ഞവർക്ക് ഇനി റായ്ബറേലിയിൽ അത് തുടരാനാകുമോ? വയനാട്ടിൽ പ്രവർത്തിച്ച നേതാക്കളെയും പാർട്ടികളെയും രാഹുലും കോൺഗ്രസും റായ്ബറേലിയിൽ അടുപ്പിക്കുമോ? പിണറായിയെ ജയിലിൽ അടയ്ക്കാത്തതിൽ ദുഃഖിതനായിരുന്ന രാഹുൽ ഗാന്ധി മോദിയുടെ അന്വേഷണ ഏജൻസികൾക്കൊപ്പം ഇനിയും കൂടുമോ? വയനാട്ടിൽ രാഹുലിന് പരാജയ ഭീതിയോ? രാഹുൽ ഓടി നടന്ന് മത്സരിക്കുന്നത് ഇപ്പോൾ എന്തിനാണ്? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു. ഇന്ന് ചർച്ചയിൽ ചേരുന്നവർ: CPIM നേതാവ് ഡോക്ടർ ഷിജു ഖാൻ, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, BJP വക്താവ് അഡ്വക്കേറ്റ് S ജയസൂര്യൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം N ശ്രീകുമാർ, ഈ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉത്തരങ്ങൾ കിട്ടേണ്ടവ തന്നെയാണ്. പക്ഷെ താങ്കളോട് ഞാൻ തുടക്കത്തിൽ പറയുന്നത്, ഈ അമേഠിയിൽ മത്സരിക്കാൻ പോകുന്നു എന്ന വാർത്ത തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് അതൊക്കെ നിഷേധിച്ചവരാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ റായ്ബറേലിയിൽ എത്തിയത്. വയനാട്ടിൽ വന്നു, മത്സരിച്ചു, ഒരക്ഷരം റായ്ബറേലിയെക്കുറിച്ച് പറഞ്ഞില്ല വയനാട്ടുകാരോട്. ഇപ്പോൾ അമേഠിയിലേക്ക് പോകാതെ റായ്ബറേലിയിൽ മത്സരിച്ച് മുന്നോട്ട് മത്സരിക്കാനായി എത്തുമ്പോൾ BJP ഉൾപ്പെടെ വീണ്ടും ഇതാ ഒളിച്ചോടുന്നു, വയനാട്ടിൽ നിന്നും കൂടി ഓടി ഒളിക്കുന്നു രാഹുൽ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയിക്കുന്നതിൻ്റെ വിശദീകരണം എന്താണ്? ഡോക്ടർ ലാൽ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മുന്നണിയെ വിജയിപ്പിക്കാനായിട്ട് ചില തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അത് ഒളിച്ചോട്ടമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളത് പരിഹസിക്കുകയോ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്യുന്നത് BJPക്ക് ഗുണകരമാകും എന്നാദ്യം മനസ്സിലാക്കുക. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ പരിശ്രമിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഒരു യാഥാർത്ഥ്യമുള്ളത്, ഇന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ, ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ, അത് ഉത്തർപ്രദേശത്തുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ഒരംഗം മത്സരിക്കണമെന്നുള്ളതാണ്. ഇക്കാര്യം 2 മാസം മുമ്പ് മുതിർന്ന പ്രവർത്തക സമിതി അംഗം ശ്രീ AK ആൻ്റണി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു, ഒന്നുകിൽ പ്രിയങ്ക അല്ലെങ്കിൽ രാഹുൽ റായ്ബറേലിയിലോ അമേഠിയിലോ മത്സരിക്കുമെന്ന്. അതിനുശേഷം അദ്ദേഹം വയനാട്ടിലേക്ക് വന്നു എന്ന് നിങ്ങൾ പറയുന്നത്, അദ്ദേഹം വയനാട്ടിലേക്ക് വന്നതല്ല, അദ്ദേഹം വയനാട് MP ആണ്. വയനാട് MP വീണ്ടും ജനവിധി തേടുന്നു. വയനാട് MP വീണ്ടും ജനവിധി തേടാതെ അദ്ദേഹം ഉത്തരേന്ത്യയിലേക്ക് പോയെങ്കിൽ ഇവിടെയുള്ള എൻ്റെ മാർക്സിസ്റ്റുകാരായ സുഹൃത്തുക്കൾ പറയും രാഹുൽ ഗാന്ധി ഒളിച്ചോടിയെന്ന്. അദ്ദേഹം മത്സരിക്കാൻ വരുമ്പോൾ പറയും ദാ ഇവിടെ LDFനെ എതിർക്കാൻ വരുന്നുവെന്ന്. അദ്ദേഹം റായ്ബറേലിയിൽ മത്സരിക്കാനായിട്ട് പത്രിക കൊടുത്ത ശേഷം പറയും അദ്ദേഹം റായ്ബറേലിയും മത്സരിക്കുന്നു, അദ്ദേഹം വയനാട്ടുകാരെ വഞ്ചിച്ചുവെന്ന്. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിതൊക്കെ പറയുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ റിസൾട്ട് ജൂൺ 4-നാണ് വരിക. ഏത് മണ്ഡലം ഇപ്പോൾ BJPയെ എതിരിടാൻ വേണ്ടിയിട്ടാണല്ലോ, BJPക്ക് ഒരു വലിയ പ്രതിരോധം ഒരുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഗാന്ധി കുടുംബത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെങ്കിലും, അമേഠി പോട്ടെ, റായ്ബറേലിയിലെങ്കിലും മത്സരിക്കുന്നതിന് ഇപ്പോൾ തയ്യാറാകുന്നത്. അതാണല്ലോ താങ്കൾ വിശദീകരിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ വയനാട്ടിൽ മത്സരിച്ചത് എന്തിനായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും തുറന്ന് പറയണ്ടേ? വയനാട്ടിൽ BJP അല്ലല്ലോ എതിർത്തുകൊണ്ടിരുന്നത്, CPIയെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയാണ് അവിടെ പ്രധാനമായി എതിർത്തത്. ആ എതിർപ്പപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്. അദ്ദേഹത്തെ 2019 എന്തിനാണ് വയനാട്ടിൽ മത്സരിച്ചത് എന്നുള്ളത് ഒരു കഥ, ശരിക്കും ഒരു സംഭവം ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കാം, ഒരു വസ്തുത ഓർമ്മിപ്പിക്കാം.
അദ്ദേഹത്തെ വയനാട്ടിൽ മത്സരിപ്പിച്ചതിൻ്റെ കാരണം കർണാടക, കേരള, തമിഴ്നാട് ഭാഗങ്ങളിലുള്ള UDFിൻ്റെയും തമിഴ്നാട്ടിലെ DMK സഖ്യത്തിൻ്റെയും കർണാടകത്തിലെ കോൺഗ്രസിൻ്റെയും ജയത്തിന് വേണ്ടിയായിരുന്നു. അന്ന് AK ആന്റണിയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഈ 3 അതിന് ഏറ്റവും നല്ലത് കർണാടകത്തിൽ തന്നെ മത്സരിക്കുന്നതായിരുന്നല്ലോ. കേരളത്തിൽ കോൺഗ്രസിന്റെ തന്നെ സിറ്റിംഗ് സീറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് MI ഷാനവാസ് ആണ് അന്ന് അവിടെ MP ആയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് അവിടെ വന്ന് വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. വേറൊരു BJP പ്രധാനമായി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ കർണാടകത്തിൽ മത്സരിക്കാമായിരുന്നല്ലോ. ഡോക്ടർ ലാല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. കേരളത്തിലെ ഇന്ത്യ മുന്നണി ഇല്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല, CPM ആണ്. കോൺഗ്രസിൽ കേരളത്തിൽ ഇന്ത്യ മുന്നണി ഇല്ല. ഇന്ത്യ മുന്നണിക്കെതിരെ അല്ല രാഹുൽ ഗാന്ധി മത്സരിച്ചത്. അതെ, അത് സത്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വീണ്ടും പോയി റായ്ബറേലിയിൽ മത്സരിക്കേണ്ടി വരുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. 2019 അപ്പോൾ കേരളത്തിലേക്ക് വരേണ്ടിയേ ഇരുന്നില്ല. കാരണം ഇവിടെ BJP ഇല്ല, അല്ലെങ്കിൽ NDA ഒരു പ്രധാന ശക്തിയല്ല. അതുകൊണ്ട് അവർ ശക്തിയായിട്ടുള്ള കർണാടകത്തിൽ പോയി മത്സരിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലേ? വയനാട് 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്ന ഒരു നിയോജക മണ്ഡലമാണ്. അവിടെ മത്സരിച്ചുകൊണ്ടാണ് കേരളത്തിലെ 19 ലോക്സഭാ മണ്ഡലങ്ങൾ കോൺഗ്രസിന് UDFിന് കിട്ടിയത്. തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റമുണ്ടായത്. തമിഴ്നാട്ടിൽ കോൺഗ്രസും CPM ഒക്കെ ഒരുമിച്ചാണെന്ന് അറിയാമല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി നിങ്ങൾ ഒളിച്ചോടുന്നൊക്കെ പറയുമ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ മനസ്സിലുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ലാലെ. അത് മനസ്സിലാക്കൂ. ഒരു മത്സരമാണ് N. ശ്രീകുമാർ, ഇത് രാഷ്ട്രീയമാണ്. അവിടെ താങ്കൾ ഈ പറയുന്ന 3 സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശമായ വയനാട് എന്നൊന്നും BJPയോ അല്ലെങ്കിൽ CPMോ ഇടതുപക്ഷമോ ഒന്നും അത് അംഗീകരിക്കും തോന്നുന്നില്ല. അവിടെ വയനാട് ഒരു കേരളത്തിലെ ലോക്സഭാ സീറ്റ് മാത്രമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, വയനാടെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചു? ഞാനൊരു ചോദ്യം ലാലിനോട് ചോദിക്കട്ടെ. അതായത് നമ്മളുടെ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ നിന്നും KK ശൈലജ MLA വടകരയിൽ വന്ന് ഇത്തവണ മത്സരിച്ചു. അത് മട്ടന്നൂരുകാരെ ചതിക്കലാണോ? ആണോ? മട്ടന്നൂരുകാരെ ചതിക്കാനാണോ KK ശൈലജ വയനാട് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ വന്ന് മത്സരിച്ചത്? മട്ടന്നൂരിലാണെങ്കിലും വടകരയിലാണെങ്കിലും UDFിനെയാണ് കേരളത്തിൽ CPM അല്ലെങ്കിൽ LDF പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അവിടെ മത്സരിച്ചത് UDFുമായിട്ട് തന്നെയാണ്. അതുകൊണ്ട് എവിടെ മത്സരിച്ചാലും, കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് മത്സരിച്ചാലും ശൈലജ ടീച്ചർക്ക് ആ ഒരു ഇമേജ് മാറുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമേജ് ആണോ റായ്ബറേലിയിലോ അമേത്തിയിലോ മത്സരിക്കുമ്പോൾ ഉണ്ടാകുന്നത്? താങ്കൾ അങ്ങനെയാണോ വിശദീകരിക്കുന്നത്? ഞാൻ പറയുന്നത് ലാലെന്താ ഉൾക്കൊള്ളാത്തത്? നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത് ആരാ കേരളത്തിൽ? CPMഉം BJPയും. CPMഉം BJPയും സംയുക്തമായിട്ട് ഇന്ത്യ മുന്നണിയുടെ ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി എതിർക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. കേരളവും വയനാടും അല്ലല്ലോ ഇന്ത്യ ഭരിക്കണം, ഡൽഹിയിൽ ഭരിക്കണം. അവിടെ BJPയും നരേന്ദ്രമോദിയെ പുറത്താക്കണം. ആ തന്ത്രത്തിനാണ് ഈ യുവ നേതാവ് ഓടി നടക്കുന്നത്. അദ്ദേഹം UPയിൽ മത്സരിക്കേണ്ട തീരുമാനിച്ച് അദ്ദേഹത്തെ നിർബന്ധിച്ച് കോൺഗ്രസ് മത്സരിപ്പിക്കുകയാണ്. പക്ഷേ അതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. അത് ചോദിച്ചു വാങ്ങിയതല്ലേ? പിണറായി വിജയനെ ജയിലിലാക്കണമെന്നൊന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ. ദേശീയ തലത്തിൽ പ്രതിപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിമാരെല്ലാവരും ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി രക്ഷപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിനൊരു കുഴപ്പവുമില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് ജയിലിൽ അടയ്ക്കാത്തത് നിങ്ങൾ ചിന്തിക്കുകയെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമന്ത്രിമാരെ അകത്താക്കിയതിനെ എതിർക്കുകയായിരുന്നോ വേണ്ടിയിരുന്നത്? എന്തായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞു, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കളെ BJPയുടെ ED വേട്ടയാടുന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പമില്ല. ഇത് ഇവിടെ പറയുന്നതല്ലല്ലോ. കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങളുടെ ദേശീയ തലത്തിൽ ഈ മുന്നണിയിൽ നിന്നും മാറിപ്പോയൊരു മുഖ്യമന്ത്രിയാണ്. അതാദ്യം മനസ്സിലാക്കുക. ഇന്ത്യ മുന്നണിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ്. ശരി, അപ്പോൾ റായ്ബറേലിയിൽ പോയിട്ടും ഇതൊക്കെ തന്നെയാണോ പറയാൻ പോകുന്നത്? രാഹുൽ ഗാന്ധി ഇനി റായ്ബറേലിയിൽ പോയിട്ട് ഇതൊക്കെ മാറ്റി പറയോ? അതാണ് അറിയേണ്ടത്. റായ്ബറയിൽ എന്ത് CPM?
റായ്ബറേലിയിൽ BJPക്കെതിരെ പറയും. കേരളത്തിൽ UDFന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ശത്രുവാണ് CPM. കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ ആശയപരമായ ശത്രുവാണ് BJP. ഇവിടെ BJP ശക്തമല്ല, അതുകൊണ്ട് LDFനെ എതിർക്കുന്നു. റായ്ബറേലിയിൽ പോയിട്ട് രാഹുൽ ഞാൻ വരാം. ഡോക്ടർ ഷിജു ഖാൻ, കേരളത്തിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എന്തിനായിരുന്നു മത്സരിച്ചത് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാവുകയാണോ? വാസ്തവത്തിൽ വയനാട്ടിലെ ജനങ്ങളോട് ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സൂചനയും ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന നിലയിൽ വന്നിരുന്നില്ല. വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അദ്ദേഹം പരിഗണിക്കപ്പെട്ടത്. ഇപ്പോൾ അദ്ദേഹം റായ്ബറേലിയിലും നാമനിർദ്ദേശ പത്രിക കൊടുത്തിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള നേതാവോ സ്ഥാനാർത്ഥിയോ എവിടെയൊക്കെ മത്സരിക്കണം എന്നതൊക്കെ അവരുടെ പാർട്ടിയുടെ സ്വാതന്ത്ര്യമായിട്ട് അവർ പരിഗണിക്കുന്നു. എന്നാൽ എന്തിനാണ് വയനാട്ടിൽ വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചത്? നമ്മുടെ രാജ്യത്ത് BJPയുമായിട്ട് ഏറ്റുമുട്ടുന്നു എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്സിന് BJPയുമായിട്ട് നേർക്കുനേർ മത്സരിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ടായിട്ടും കേരളത്തിൽ വന്ന് LDFുമായിട്ട് ഒരു ഏറ്റുമുട്ടലിനാണ് ശ്രീ രാഹുൽ ഗാന്ധി തീരുമാനം കൈക്കൊണ്ടത്, കോൺഗ്രസ് തീരുമാനം കൈക്കൊണ്ടത്. എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുകയുണ്ടായി. ഇപ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പെല്ലാം അവസാനിച്ച് നിൽക്കുമ്പോഴാണ് വയനാട്ടിലെ ജനത, വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ജനതയോട് എന്താണ് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും പറയാനുള്ളത്? അല്ലെങ്കിൽ മുൻകൂട്ടി അദ്ദേഹത്തിന് ധൈര്യപൂർവ്വം പറയാമായിരുന്നല്ലോ, റായ്ബറേലിയിലും ഞാൻ മത്സരിക്കും, വയനാട്ടിലും ഞാൻ മത്സരിക്കും. ഇതൊരു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന സ്വാഭാവികമായും പൗരന്മാരുടെ മുന്നിൽ എന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? അങ്ങനെ മറച്ചു വെച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? അത് രാഹുൽ ഗാന്ധിയെപ്പോലെ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു നേതാവ് എങ്ങനെയാണത് മറച്ചു വയ്ക്കുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട. പക്ഷേ അതുകൊണ്ടാണ് വയനാട്ടിലെ ജനങ്ങളെയും വയനാട്ടിലെ വോട്ടർമാരെയും യഥാർത്ഥത്തിൽ കബളിപ്പിക്കുകയല്ലേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തേത്, കഴിഞ്ഞ തവണത്തെ അനുഭവം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അദ്ദേഹം അമേഠിയിൽ മത്സരിക്കുകയുണ്ടായി. അമേഠിയിൽ നമ്മൾ കാണേണ്ടത് 1977 മുതലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 67 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, കോൺഗ്രസ്സിന് വ്യക്തമായ രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പോൾ 2004 രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, ജയിക്കുന്നു. 2009 രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, 3.70 ലക്ഷം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നു. 2014 ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് പോകുന്നു. 2019 അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണ്, അമേഠിയിൽ പരാജയപ്പെടുകയാണ്. ഇപ്പോൾ അദ്ദേഹം റായ്ബറേലിയിലാണ് മത്സരിക്കുന്നത്. 77 ഭാരതീയ ലോക്ദളും 96 98 BJPയും വിജയിച്ച ആ ഘട്ടം ഒഴികെ മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ജയിച്ചു വരുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉത്തർപ്രദേശിൽ ആകെ കോൺഗ്രസ്സിന് ജയിച്ച 80, ഞാൻ മനസ്സിലാക്കുന്നത് 80 പാർലമെൻറ്റ് സീറ്റിൽ ആകെ കോൺഗ്രസ് ജയിച്ച ഒറ്റ മണ്ഡലമാണ് ഈ റായ്ബറേലി. എന്ന് മാത്രമല്ല, അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 399 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ 2 സീറ്റാണ് അവിടെ കോൺഗ്രസ്സിന് വിജയിച്ചു വരാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു റായ്ബറേലിയിലേക്കാണ് അദ്ദേഹം വീണ്ടും പ്രവേശിക്കുന്നത്. സ്വാഭാവികമായും ജനങ്ങളോട്, വയനാട്ടിലെ ജനങ്ങളോട്, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്താൻ അനുവദിക്കുന്നില്ല, മുസ്ലിം ലീഗിൻ്റെ പതാകയും അവരുടെ സിമ്പലും ഉയർത്താൻ അനുവദിക്കുന്നില്ല. ഇതെല്ലാം കൂടി ഉപയോഗിച്ചാൽ ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും BJPക്കും RSSനും അവരുടെ പ്രീതി നഷ്ടപ്പെടാൻ ഇടയാക്കും എന്നുള്ളതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പതാക ഉപയോഗിക്കേണ്ട എന്ന തീരുമാനം
രാഹുൽ ഗാന്ധി എടുക്കുന്നു, കോൺഗ്രസ് എടുക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം കൂടി ഞാൻ പറയാം. ശ്രീകുമാർ പറഞ്ഞത് 2019 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും കേരളത്തിലും ഒരു വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതെന്നാണ്. കർണാടകത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായില്ലല്ലോ ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ. അതിൻ്റെ കണക്കുകൾ ഡേറ്റ വെച്ച് ശ്രീ ലാലിന് അനലൈസ് ചെയ്യാം. കർണാടകത്തിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ സ്വാധീനം ഉണ്ടായോ? വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായോ? തമിഴ്നാട്ടിലാണെങ്കിലോ, തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണോ അവിടെ ഉപയോഗിക്കുന്നത്? തമിഴ്നാട്ടിലെ അവിടുത്തെ പുരോഗമന മുന്നണി, DMK നേതൃത്വം കൊടുക്കുന്ന മുന്നണി, അവിടെ AIADMKയുടെ അടിത്തറ തകരുന്നു. അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കടന്നു വരുന്ന BJPക്കെതിരായിട്ട് വലിയ വികാരം ജനങ്ങൾക്കിടയിൽ ഉയരുന്നു. അതിനെയൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ശ്രീ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK നയിക്കുന്ന മുന്നണി, ആ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ എന്ത് സ്വാധീനമാണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അതൊന്നും പിന്നെ ദേശീയ രാഷ്ട്രീയം അറിയാവുന്നവർക്കറിയാം. അതൊന്നുമല്ല. ചില മണ്ഡലങ്ങളിൽ, കോൺഗ്രസിനൊക്കെ അടിത്തറയുള്ള ചില മണ്ഡലങ്ങളിൽ പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു പൊതുയോഗത്തിലെ പ്രസംഗമോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ പ്രസംഗമോ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാരുടെ പ്രസംഗമോ ഒക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ കേൾക്കാൻ ആൾ വരും. പക്ഷേ തമിഴ് ജനത വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ബദലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ തമിഴ്നാടിനെയും കർണാടകയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ മാറ്റം ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതകരമാണെന്ന് പറയേണ്ടി വരും. പിന്നെ ഒരു കാര്യം കൂടി ശ്രീലാൽ പറയാം. അങ്ങനെയാണെങ്കിൽ നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ, 3 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന നിരവധി പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ ഒന്നും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോയില്ലല്ലോ. കോൺഗ്രസിന് വലിയ അടിത്തറയുള്ള നിരവധി സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടെയൊന്നും പോയില്ലല്ലോ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, BJPയോട് നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾ, അത് ഗുജറാത്ത് ആകട്ടെ, രാജസ്ഥാൻ ആകട്ടെ, മധ്യപ്രദേശ് ആകട്ടെ, കർണാടക ആകട്ടെ, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണല്ലോ. ഇവിടെ ഒന്നും രാഹുൽ ഗാന്ധിക്ക് ഒരു സീറ്റിൽ കൂടി മത്സരിച്ച് BJPയുമായിട്ടുള്ള ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് മത്സരിക്കാൻ വയനാട്ടിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇത്ര 3 സംസ്ഥാനങ്ങളെ കാണാൻ അദ്ദേഹത്തിന് കാണുന്നത് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ്. അത് തീർച്ചയായിട്ടും യോജിക്കാൻ പറ്റാത്ത ഒരു സമീകരണമാണ്. ശരി, അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഇപ്പോൾ എന്താണ് 400 സീറ്റിൽ പരം BJP നേടാൻ പോകുന്നു എന്ന വലിയ രീതിയിലുള്ള വർത്തമാനമൊന്നും BJPയിൽ നിന്ന് വരാത്തത് കൊണ്ട് കൂടിയാണോ രാഹുൽ ഗാന്ധി മനം മാറി ഇപ്പോൾ റായ്ബറേലിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് അറിയില്ല. അത് പറയേണ്ടത് BJP ആണ് ഇപ്പോൾ. പക്ഷേ എന്തായാലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് വരുന്നത് BJPയെ നേരിടാനാണ് എന്ന് ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ N. ശ്രീകുമാറെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പുറത്ത് ആരെങ്കിലും കോൺഗ്രസ്സുകാരത് പറഞ്ഞോ എന്നുള്ളത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോന്നും എനിക്കറിയില്ല. ആ നിലയ്ക്ക് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ റായ്ബറേലിയിലേക്ക് എത്തുന്ന രാഹുൽ ഗാന്ധിയെ എങ്ങനെ വിലയിരുത്തുന്നു BJP? രാഹുൽ ഗാന്ധിക്ക് 2 ദൗത്യങ്ങളാണ് ഉള്ളത് എന്ന് തോന്നുന്നു ഈ നീക്കം കാണുമ്പോൾ. അതായത് കോൺഗ്രസ് എന്നുള്ളത് ഒരു ദക്ഷിണേന്ത്യൻ പാർട്ടി ആയി ചുരുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിനുള്ള ആകെ ലോക്സഭാ MP-മാരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അതിൽ 2 അക്കം തികഞ്ഞ് MP-മാരെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞത് തെക്കേ അറ്റത്തുള്ള കേരളത്തിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ MP-മാരെ കിട്ടിയത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതിനുശേഷം ദക്ഷിണേന്ത്യ കഴിഞ്ഞ് ഉത്തരേന്ത്യയിലേക്ക് പോകുമ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് 1 സീറ്റ് 2 സീറ്റ് അങ്ങനെയൊക്കെയാണ്. ധാരാളം സീറ്റുകൾ, 10-ലധികം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് സീറ്റ് പോലുമില്ല. ഇതാണ് അവസ്ഥ. ഇപ്പോൾ 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള UP-യിൽ ആകെ റായ്ബറേലി മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ ഈ ദക്ഷിണേന്ത്യ അല്ല, ഉത്തരേന്ത്യയിലും ഞങ്ങൾക്ക് സാന്നിധ്യമുണ്ട് എന്ന് തെളിയിക്കുക എന്നുള്ളത് പാർട്ടിക്കുള്ളിൽ നിന്നോ അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളിൽ നിന്നോ ഉള്ള സമ്മർദ്ദം സഹിക്കവയ്യാതെ അദ്ദേഹം എടുത്ത ഒരു തീരുമാനമാകാം. ഏതായാലും മറ്റൊരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇതേ റായ്ബറേലി ജില്ലയിൽ തന്നെ തൊട്ടടുത്തുള്ള അമേഠിയിൽ മത്സരിക്കുകയും അങ്ങനെ മത്സരിച്ച് ആ സീറ്റ് BJPയിൽ എത്തിക്കുകയും ചെയ്തു. ഇത്തവണ റായ്ബറേലി സീറ്റ് കൂടി BJPക്ക് സംഭാവന ചെയ്യുക എന്നുള്ള ഉദ്ദേശവും രാഹുലിന് തീർച്ചയായിട്ടും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റായ്ബറേലി മണ്ഡലത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. 1952 മുതൽ ഈ മണ്ഡലമുണ്ട്.
അതിൽ ഇപ്പോൾ 72 വർഷമായി ആ മണ്ഡലം ഉണ്ടായിട്ട്. അതിൽ ആദ്യത്തെ 8 വർഷം ഫിറോസ് ഗണ്ഡി എന്ന് പറയുന്ന ഇവരുടെ മുത്തച്ഛനാണ് ആ മണ്ഡലം പ്രതിനിധീകരിച്ചത്. 10 വർഷം ഇന്ദിരാഗാന്ധി, 20 വർഷം സോണിയാഗാന്ധി, 17 തവണയായിട്ട് 65 വർഷം കോൺഗ്രസ് പാർട്ടി കൈവശം വെച്ചിരുന്ന മണ്ഡലമാണ് ഈ റായ്ബറേലി. ആ റായ്ബറേലി എന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്നത് BRGF എന്ന് പറയുന്ന ഒരു പരിഗണനയിലാണ്. ബാക്ക്വേർഡ് റീജിയൻസ് ഗ്രാൻഡ് ഫണ്ട് കൊണ്ട് കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന ഏറ്റവും പിന്നോക്ക ജില്ലകളിൽ ഒന്നായിട്ടുള്ള റായ്ബറേലി ജില്ലയുടെ ഭാഗമായിട്ടുള്ള ആ മണ്ഡലം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുറകിൽ കിടക്കുന്ന ഒരു മണ്ഡലമാണ്. ഓർക്കണം, 65 വർഷം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്ന ആ മണ്ഡലം ഏറ്റവും പിന്നോക്കമായി ഇന്നും അവശേഷിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്ന രാജ്യത്ത് ഇങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങൾ ഉണ്ടോ? ഇത്രയും പിന്നോട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളൊക്കെ ഉണ്ടോ ഇപ്പോൾ ഇവിടെ രാജ്യത്ത്? അതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ ഇത്തവണ വിധി എഴുതും. കാരണം നമുക്കിപ്പോൾ അവിടുത്തെ 2009 മുതലുള്ള അവസ്ഥ, പാർട്ടിയുടെ അവസ്ഥ ഒന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ 2009 മത്സരിക്കുമ്പോൾ 72% വോട്ടുണ്ടായിരുന്നു. അത് 2014 വരുമ്പോൾ 63% കുറഞ്ഞു. 2019 വരുമ്പോൾ 55%. എന്നാൽ അതേ സമയത്ത് മറുവശത്ത് നിൽക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം 2009 കേവലം 3.8%. അത് 2014 21%. 2019 എത്തുമ്പോഴേക്കും അത് 38%. അതായത് ആദ്യം 1.5 ലക്ഷം വോട്ട് BJP, ആദ്യം മത്സരിക്കുമ്പോൾ 4 ലക്ഷം വോട്ടേ BJPക്ക് അവിടെ ഉള്ളൂ. അത് പിന്നീട് വന്നപ്പം 1.25 ലക്ഷമായി, അതായത് 1.5 ലക്ഷം കൂടി. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് 2 ലക്ഷവും കൂടി വർദ്ധിച്ചു, അത് 3.25 ലക്ഷമായി. അടുത്ത തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ആഗ്രഹം ഇത്തവണ അമേഠി പോലെ റായ്ബറേലിയെയും ആക്കി തീർക്കുക, BJPക്ക് റായ്ബറേലിയെ കൂടി സംഭാവന ചെയ്യുക എന്നുള്ള ചരിത്ര ദൗത്യം നിർവഹിക്കാനാണ് രാഹുൽ അങ്ങോട്ട് പോയത് എന്നുള്ളത് ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ വ്യക്തമാവും. കാരണം അവിടുത്തെ ജനങ്ങൾ ഈ 65 വർഷക്കാലത്തെ പ്രധാനമന്ത്രിമാരുടെ മണ്ഡലമായിരുന്ന ആ മണ്ഡലത്തെ അനുഭവിച്ച് കഴിഞ്ഞ ജനങ്ങൾ അതിന് ചുറ്റുമുള്ള മണ്ഡലങ്ങളുടെ വികാസവും കാര്യങ്ങളും കാണുമ്പോൾ തീർച്ചയായിട്ടും ചരിത്രപരമായിട്ടുള്ള ഈ തീരുമാനമെടുക്കും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുള്ള, അതായത് റായ്ബറേലി കൂടി BJP ഏൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കാം അദ്ദേഹം ഈ ഒരു തീരുമാനമെടുക്കാൻ കാരണം. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിക്കാനുള്ള ഏറ്റവും നല്ല ഒരു തീരുമാനം കൂടിയാണിത്. അതുകൊണ്ട് സ്വന്തം മുന്നണി തകർക്കുക, സ്വന്തം പാർട്ടി തകർക്കുക എന്നുള്ള ആ ദൗത്യമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ബോധ്യമാവും. ശരി, എന്തായാലും അവിടെ രാഹുൽ ഗാന്ധിക്ക് കൊടി പിടിക്കുന്നതിന് നിങ്ങളുടെ യാതൊരു തടസ്സവും ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാം. അല്ല, അങ്ങനെ ഉറപ്പിക്കത്തില്ല. കാരണം അവിടെ കൊടി പിടിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് എന്ന ഒരു ചോദ്യത്തിന് രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടതുണ്ട്. ഇവിടെ പച്ചക്കൊടിയുടെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമായിരുന്നില്ല. അപ്പോൾ ആ കൊടിയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് മാത്രമാണ് വയനാട്ടിൽ വന്നതും മത്സരിച്ചതും ജയിച്ചതും. അതുകൊണ്ട് ഇത്തവണ കോണിയും കൊടിയും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് താഴെ വെപ്പിച്ചു. പകരം ഞങ്ങളുടെ കൊടി എടുക്കുന്നില്ല എന്ന് പറയുന്നു. റായ്ബറേലിയിൽ ഇത് പറയുമോ? റായ്ബറേലിയിൽ കോൺഗ്രസിന്റെ കൊടി ഞങ്ങൾ താഴെ വെക്കുകയാണ്, ഒരു കൊടിയും വേണ്ട, അവിടെ സ്ഥാനാർത്ഥി മാത്രം മതി എന്നൊരു നയം എടുക്കുമോ എന്നുള്ളത് വയനാട്ടിലെ മുസ്ലിം ലീഗ്. അല്ലാതെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അത്തരം ഒരു തീരുമാനം വയനാട്ടിൽ എടുത്തത് എന്നതുകൂടി നോക്കണമല്ലോ. അത് നിങ്ങൾ ഏത് രീതിയിലാണ് അതിനെ ദുരുപയോഗം ചെയ്തത് എന്നതുകൂടി പരിശോധിക്കണമല്ലോ. നിങ്ങൾ എന്താണ് നോർത്ത് ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിനെയും പാകിസ്ഥാനെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ഉപമകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങളെ? അത് ശരിയാണ് കേട്ടോ, ഡോക്ടർ ലാലു പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളിത് തുറന്നു പറയും. ഞങ്ങളിത് റായ്ബറേലിയിലും ഉത്തരേന്ത്യയിലും മുഴുവൻ വളരെ വിശദമായിട്ട് തുറന്നു പറയും. അത് വലിയ ചർച്ചയാക്കും. അതുകൊണ്ട് ഇവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചവർ ആ കൊടിയും എടുത്ത് നേരെ പോകണം, റായ്ബറേലിയിലേക്ക് പോകണം, എന്നിട്ട് അവിടെ കൊടി ഉയർത്തണം. ഇല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ ആനി രാജയുടെ പാർട്ടി അല്ലെങ്കിൽ CPM എന്ന പാർട്ടി പച്ചക്കൊടി ഉയർത്തിയ പാർട്ടി ഉണ്ടല്ലോ. അപ്പൊ ഇന്ത്യ മുന്നണിയിലെ CPM-ഉം CPI-യും പച്ചക്കൊടിയുമായി റായ്ബറേലിയിൽ എത്തുകയാണ്.
തീർച്ചയായിട്ടും ആ ചരിത്ര ദൗത്യം നിർവഹിക്കണം. കാരണം അവിടെ മുസ്ലിങ്ങളുണ്ട്, റായ്ബറേലിയിൽ മുസ്ലിങ്ങളുണ്ടല്ലോ. അപ്പോൾ പച്ചക്കൊടി മാറ്റിയൊന്നും വെക്കണ്ട. അതുകൊണ്ട് ഇവിടെ ഉയർത്താൻ പറ്റിയില്ലെങ്കിലും വാശിയോടുകൂടി അവിടെയെങ്കിലും ഉയർത്തണം. അങ്ങനെ മതേതരത്വം കാത്തു സൂക്ഷിക്കണം, ജനാധിപത്യത്തെ സംരക്ഷിക്കണം. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഏതെങ്കിലും ഒരു കൊടി റായ്ബറേലിയിൽ ഉയരുമോ, അത് കോൺഗ്രസിന്റെ കൊടിയാണോ അതോ പച്ചക്കൊടിയാണോ. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞതിനകത്ത് അറിയാതെ തങ്ങളുടെ പക്ഷം ഏതാണ്, തങ്ങളുടെ എതിർപക്ഷത്തുള്ള സമൂഹങ്ങൾ ആരൊക്കെയാണ് എന്നൊക്കെ വരുന്നുണ്ട്. ഇത് പലപ്പോഴും ബി ജെ പിയുടെ നേതാക്കൾ പ്രസംഗിക്കുമ്പോഴൊക്കെ അറിയാതെ വരുന്നുണ്ട്. അപ്പുറത്തെ വശത്ത് നിൽക്കുന്നവർ ആരാണ് എന്നവർ പറഞ്ഞു പോകുന്നത്, കോൺഗ്രസ് ആരുടെ കൂടെയാണ്, ഇടതുപക്ഷം ആരുടെ കൂടെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഭാഷയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ആണ് ഒരു തരത്തിൽ രാഹുൽ ഗാന്ധിയെ പോലും വയനാട്ടിൽ കൊടിയെടുപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ഇടയാക്കിയത്. ഇതാ ഇപ്പോൾ റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു. വയനാട്ടുകാരോട് പറഞ്ഞിട്ട് പോകണമായിരുന്നു എന്നാണ് LDFിൻ്റെ വിമർശനം. അത് പറയാതെ രാഹുൽ ഗാന്ധി കാത്തിരുന്ന് ഇന്നത്തെ ദിവസം അത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തെറ്റായിപ്പോയോ? അതിനു മുമ്പ് ആദ്യം ഡോക്ടർ ലാൽ ഈ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം ഉന്നയിച്ച് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയസൂര്യൻ്റെ പരാമർശത്തെക്കുറിച്ച്. ബഹുമാനപ്പെട്ട ജയസൂര്യൻ കേരളത്തിൻ്റെ മണ്ണിലിരുന്ന് ഈ മുസ്ലിം വർഗീയത പറയേണ്ടതില്ല. കാരണം കേരളം അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനമല്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു മതേതര മനസ്സുണ്ട്. മതേതരം, ഇവൻ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പോലും അങ്ങേക്കൊരു പുച്ഛമുണ്ട്. പച്ചക്കൊടിയോട് ഭയങ്കര പുച്ഛവും ദേഷ്യവുമുണ്ട്. അത് കേരളക്കാർ, മലയാളികൾ ആ അഭിപ്രായത്തോട് പൊതുവേ ഈവൻ BJPക്കാർ പോലും യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നരേന്ദ്രമോദി പറയുന്നത് ഇപ്പോഴും മുസ്ലിമാണ്. നിങ്ങളുടെ വീട്ടിൽ 2 എരുമകളുണ്ടെങ്കിൽ അത് ഒന്നിനെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കും. ഇത്തരം കാര്യങ്ങളല്ലേ. പാകിസ്ഥാനോട് ഭയങ്കര ദേഷ്യം. അത് വേറൊരു രാജ്യമായിട്ട് പോയ രാജ്യമാണ്. അവരവിടെ കിടന്നോട്ടെ. അവരുമായിട്ട് എന്തിനാ കോൺഗ്രസിനെ ബന്ധിക്കുന്നേ? ഞാൻ പറയട്ടെ, പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം ഇന്ത്യക്ക് ഭീഷണിയായപ്പോൾ ആ രാജ്യത്തെ 2ആയിട്ട് വെട്ടിമുറിച്ച ഒരു നേതാവുണ്ട്. ഇന്ദിരാഗാന്ധി എന്നാണ് പേര്. കോൺഗ്രസിൻ്റെ നേതാവാണ് ബഹുമാനപ്പെട്ട ജയസൂര്യൻ. കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ 2ആയിട്ട് വെട്ടിമുറിച്ചത്. ഒരു ചരിത്രമാണ്. ചരിത്രം മറക്കരുത്. കോൺഗ്രസിൻ്റെ നേതാവ് ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ സ്വീകരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് പച്ചക്കൊടി അവരുടെ ഔദ്യോഗികമായ കൊടിയാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമുള്ള ഒരു പാർട്ടിയാണ്, അംഗീകാരം കിട്ടിയ ഒരു പാർട്ടിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച കൊടിയാണത്. ആ കൊടി പറപ്പിച്ചതിനാണ് നിങ്ങൾ അത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് പറഞ്ഞ് പരിഹസിച്ചത്, ആരോപിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് ആവർത്തിക്കാതിരിക്കാൻ, അങ്ങനെ ഒരു ആരോപണം ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പച്ചക്കൊടി ഉപേക്ഷിച്ചത്. എന്ന് കരുതി മുസ്ലിം ലീഗിൻ്റെ കൊടി പച്ചക്കൊടി ആകാതിരിക്കുന്നില്ല. അത് അംഗീകരിക്കപ്പെട്ട കൊടിയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, IUML. എത്രയോ വർഷമായി കേരളത്തിൽ ഭരണം പങ്കിടുന്ന പാർട്ടിയാണ്. കോൺഗ്രസിനോടൊപ്പം ഭരണം പങ്കിടുന്ന പാർട്ടി, CPMനോടൊപ്പം ഭരണം പങ്കിടുന്ന പാർട്ടി. അങ്ങനെ നമ്മൾ പുച്ഛിക്കേണ്ട കാര്യമില്ല കേരളത്തിലിരുന്ന്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ജയസൂര്യൻ, ഇപ്പോഴും നിങ്ങൾക്ക് ഈ മുസ്ലിം വിരോധമല്ലേ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രധാന രാഷ്ട്രീയ അജണ്ട? ഇന്നും അതല്ലേ? ഉത്തരേന്ത്യയിൽ മുസ്ലിം വിരോധം പറഞ്ഞെങ്കിലേ BJPക്ക് വോട്ട് കിട്ടുമോ എന്നതല്ലേ അതിൻ്റെ അർത്ഥം? കേരളത്തിൽ അങ്ങനെ മുസ്ലിം വിരോധം പറയണ്ട. കേരളത്തിൽ പച്ചക്കൊടി അങ്ങനെ പുച്ഛിക്കേണ്ട. കേരള ജനതയൊന്ന് വേറെയാണ്. കേരള ജനത, കേരള സമൂഹം ഒന്ന് വേറെയാണ്. മലയാളിയുടെ മനസ്സൊന്ന് വേറെയാണ്. അത് ഓർക്കണം. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി, സാധാരണഗതിക്ക് ദേശീയ നേതാക്കന്മാർ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ 2 സീറ്റുകളിലൊക്കെ മത്സരിക്കുക പതിവാണ്. മുമ്പൊക്കെ അങ്ങനെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധി രണ്ടാമത് വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചത് വയനാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ നീണ്ടുപോയതുകൊണ്ട്. അതിനകത്ത്
കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ദേശീയ രാഷ്ട്രീയമുണ്ട്. ആ തീരുമാനത്തിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ അത് വയനാട്ടിലെ ജനങ്ങളോട് കാണിച്ചൊരു അനീതിയായി പോയി എന്നാണ് ഇടതുപക്ഷം യോജിക്കുന്നത്. ആ വാദഗതിയോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് റായ്ബറേലി കൂടി തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൻ്റെ രാഷ്ട്രീയത്തെ ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ വയനാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം നേരത്തെ പറയേണ്ടിയിരുന്നു, ഇപ്പോഴെങ്കിലും പറയേണ്ടിയിരുന്നു, അത് പറഞ്ഞിട്ടില്ല. അതിനകത്തൊരു അപാകതയുണ്ടെന്ന് മാത്രമേ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ. ജേക്കബ് ജോർജ്, അതിനകത്ത് ഇപ്പോൾ വയനാട്ടിൽ മത്സരിച്ച് അതിനുവേണ്ടി കൊടുത്ത സമയം അത്രയും അദ്ദേഹത്തിന് വടക്കേ ഇന്ത്യയിലെ ഒരു സീറ്റിനെക്കുറിച്ചോ അവിടെ മത്സരിക്കുന്നതിനെക്കുറിച്ചോ അതിൻ്റെ ഊർജം ഇന്ത്യ മുന്നണിക്ക് കിട്ടുന്നതിനെക്കുറിച്ചോ അദ്ദേഹത്തിന് പറയാനായില്ല. അതിനുവേണ്ടി അദ്ദേഹത്തിന് ചിലവാക്കാനായില്ല. ഒരു വലിയ നഷ്ടം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ഇപ്പോൾ റായ്ബറേലിയിലേക്ക് മത്സരിക്കാൻ വരുന്നു. അത് തന്നെ നോക്കൂ, ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയത്തിൻ്റെ അവസാന നിമിഷം വരെ കോൺഗ്രസിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കി. അമേഠിയിൽ മത്സരിക്കണോ റായ്ബറേലി വേണോ എന്നുള്ള തർക്കങ്ങൾക്കൊടുവിൽ അവസാനം റായ്ബറേലി തിരഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇനി 2 ആഴ്ച മാത്രമാണ് അവിടെ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്, വോട്ടെടുപ്പിന് ബാക്കിയുള്ളത്. ഈ സമയം കൊണ്ടൊക്കെ ഈ പ്രതീക്ഷിച്ച രീതിയിലേക്ക് ഉള്ള മുന്നേറ്റം ഹിന്ദി ഹൃദയഭൂമിയിൽ BJPക്കെതിരെ നടത്താൻ രാഹുൽ ഗാന്ധിക്ക് സമയമുണ്ടോ? അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രചാരണ പരിപാടിയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണല്ലോ അദ്ദേഹം മത്സരിക്കുന്നത്. പക്ഷേ ആ പ്രചാരണ പരിപാടിയിൽ എനിക്കതിനകത്ത് ഒരു വ്യത്യസ്ത അഭിപ്രായമുള്ളത്, ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ പ്രചാരണ മിഷനറി വേണ്ടവണ്ണം ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നേരത്തെ ഇവിടെ നമ്മുടെ എൻ ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ലാലിൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു. പിണറായി വിജയനെ മോഡി എന്താണ് ജയിലിലിടാത്തത് എന്നുള്ള ചോദ്യം. ഒരിക്കലും ഒരു ദേശീയ നേതാവിന് അങ്ങനെ ഒരു സംസ്ഥാനത്ത് വന്നിട്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയം ഇവിടെ പറയാം. ദേശീയ രാഷ്ട്രീയം ഇഷ്ടം പോലെ പറയാനുണ്ടല്ലോ കോൺഗ്രസ്സിന്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇവിടെ 20 സീറ്റുണ്ടെങ്കിൽ ആ 20 സീറ്റും BJPക്കെതിരെ ഡൽഹിയിൽ പാർലമെൻറ്റിൽ പൊക്കേണ്ട കൈകളാണ് 20 പേരും. ആ സത്യം അടിസ്ഥാനമായിട്ട് നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആ ചോദ്യം ചോദിച്ചത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ആ ചോദ്യം ചോദിപ്പിച്ചത് അങ്ങേയറ്റം തെറ്റായിപ്പോയി. രാഷ്ട്രീയമായിട്ട് ഒട്ടും ശരിയല്ല ആ കാര്യം. അതിന് പിണറായി വിജയൻ നല്ല മറുപടിയും കൊടുത്തല്ലോ. എന്താ, താങ്കളുടെ മുത്തശ്ശി അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ 1.5 വർഷമാണ് ജയിലിൽ പിടിച്ചിട്ടതെന്ന്, ജയിൽവാസം ഞങ്ങൾക്കൊരു പുത്തിരി അല്ലെന്നും പറഞ്ഞല്ലോ. അത് കേൾക്കേണ്ടി വരികയും ചെയ്തു രാഹുൽ ഗാന്ധിക്ക്. അത് തീർച്ചയായിട്ടും അദ്ദേഹം പറയരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ദേശീയ തലത്തിൽ കുറച്ചും കൂടി ഊർജ്ജസ്വലതയോടുകൂടി പ്രചാരണ രംഗത്ത് നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലി സഹായിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കും കോൺഗ്രസിന് ഭൂഷണം എന്ന് ഞാൻ കരുതുന്നു. ശരി, അങ്ങനെയാണ് കോൺഗ്രസിന് ഭൂഷണമാകുമായിരുന്നതെങ്കിൽ ശ്രീ എൻ ശ്രീകുമാർ അത് തുടക്കം മുതൽ വേണ്ടിയിരുന്നു എന്നാണ്. ഇപ്പോൾ ഉദ്ദേശിച്ച ഫലം ഉണ്ടാകുമോ എന്നത് തന്നെയാണ് എല്ലാവരും സംശയിക്കുന്നത്. കേരളത്തിൽ വന്ന് പിണറായി വിജയനുമായി യുദ്ധം ചെയ്യാൻ സമയം കണ്ടെത്തുക, അവിടെ CPMനെ എതിർക്കുക, കേരളത്തിലെ സർക്കാരിനെതിരായി പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന കാര്യം ചെയ്യുന്നതിനിടയിൽ, ആ വീരകൃത്യം ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് നരേന്ദ്രമോദിയെ വിമർശിക്കുക, അദ്ദേഹത്തിൻ്റെ സർക്കാരിനെതിരായി പ്രചരണം നടത്തുക എന്നതായിരുന്നുവെങ്കിൽ ഇപ്പോൾ റായ്ബറേലിയിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നൊരു സ്വീകരണത്തിന് ഇതിനേക്കാൾ ശക്തി ഉണ്ടാകുമായിരുന്നില്ലേ? അതാണ് ശ്രീ ജേക്കബ് ജോർജ് ചോദിച്ചതിനെ ഞാൻ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിച്ചത് താങ്കളോട്. ശ്രീലാൽ, അതായത് എൻ്റെ സുഹൃത്ത് ജേക്കബ് ജോർജ് കൂടി ഒരു കാര്യം പറഞ്ഞു. 2 കാര്യം അദ്ദേഹം പറഞ്ഞു. ഒന്ന്, വയനാട്ടിൽ അദ്ദേഹം അത് പറയേണ്ടതായിരുന്നു, അതൊരു ചതിയായി പോയി എന്നുള്ളതിനോട് യോജിക്കുന്നു. 2, അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ നല്ല മറുപടി കൊടുത്തു, അത് കേൾക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ശ്രീ ജേക്കബ്, ആദ്യം ശ്രീ പിണറായി വിജയനാണ് രാഹുൽ ഗാന്ധിയെ വലിച്ചിഴച്ചത്. അങ്ങനെ വലിച്ചിഴച്ചപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞു പിണറായിക്ക് മറുപടി കൊടുക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞ പ്രസംഗം കൃത്യമായി കേട്ടവർക്കൊക്കെ മനസ്സിലായി. ആദ്യം വലിച്ചിഴച്ചത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ എത്തിയതാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ പിണറായി വിജയനെ പോലെ ഒരു ഇടതുപക്ഷ നേതാവ് എന്താണ് അവിടെ പ്രസംഗിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം പറയണ്ടേ?
അല്ലെ വ്യക്തിപരമായിട്ട് രാഹുൽ ഗാന്ധി അദ്ദേഹം ഒന്നും പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയം പറഞ്ഞു. ആ രാഷ്ട്രീയം ചോദിക്കണ്ടേ? വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞില്ല. അതെ, വ്യക്തിപരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതായത് അല്ല എന്താ രാഹുൽ ഗാന്ധിക്ക് പേരെടുത്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോൺഗ്രസിനെ UDF-നെ വിമർശിക്കുക എന്നുള്ളതാണ്. അതേ പിണറായി വിജയൻ നരേന്ദ്രമോദി എന്നൊരു പേര് പറഞ്ഞു. അല്ല, എന്താണ് പിണറായി പറഞ്ഞത്? എന്താണ് പിണറായി അന്ന് രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത്? CAA എവിടെ? ഈ പ്രകടന പത്രികയിൽ കണ്ടില്ലല്ലോ. അതാണല്ലോ ചോദിച്ചത്. രാഹുൽ ഗാന്ധി എവിടെയാണ് അത് പ്രസംഗിച്ചത് എന്ന് ചോദിക്കണ്ടേ? എൻ്റെ ഡോക്ടർ ലാല, ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രസംഗിച്ചത് പിണറായി വിജയന് മനസ്സിലായില്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. കേരളത്തിലെ 18 MP-മാരും UDF-ൻ്റെ MP-മാരും എല്ലാ രീതിയിലും എതിർത്തു എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഭരണഘടന സംരക്ഷിക്കുമെന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പത്രസമ്മേളനത്തിൽ ആന്റണി പറഞ്ഞത് തുല്യത, പൗരന്മാർക്ക് തുല്യത എന്ന ഭരണഘടന വാഗ്ദാനം നടപ്പാക്കുമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇതെല്ലാമാണ്. അല്ല, അങ്ങനെ പറഞ്ഞ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞു എന്ന് താങ്കൾ പറയുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ BJP അല്ല LDF-നെ എതിർത്തുകൊണ്ട് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ പിണറായി വിജയൻ ചോദിക്കണ്ടേ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രകടന പത്രികയിൽ അതുണ്ടോ? താങ്കൾ പാർലമെന്റിൽ പറഞ്ഞ കാര്യം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ? ലാല, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ചോദിച്ചോളൂ, പക്ഷെ പറയാൻ സമ്മതിക്കൂ. രാഹുൽ ഗാന്ധി പിണറായി വിജയനെ അല്ല ആദ്യം വിമർശിച്ചത്, വടി കൊടുത്ത് അടി വാങ്ങിച്ചതാണ്. ഒരു ചോദ്യം അദ്ദേഹം പറഞ്ഞോളൂ. അത് ഒരു കാര്യമേ അദ്ദേഹം പറഞ്ഞോളൂ, ഒരു വസ്തുത. ദേശീയ തലത്തിൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ BJP-യിൽ നിന്ന് നേരിടുന്ന ദോഷഫലങ്ങളൊന്നും കേരള മുഖ്യമന്ത്രി നേരിടേണ്ടി വരുന്നില്ല. അപ്പോൾ അത് ജയിലിൽ അടയ്ക്കണമെന്നാക്കിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി പ്രസംഗിച്ചു CPM-കാരൻ, ഞാൻ അവരെ കുറ്റം പറയില്ല. പക്ഷേ ജേക്കബ് ജോർജും അത് മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചിട്ട് അതിന്റെ രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം, ഇന്ത്യ മുന്നണി രാഷ്ട്രീയം. ഞാനൊന്ന് പറയട്ടെ, ഞാനത് പറഞ്ഞു കഴിയട്ടെ. അതായത് വയനാട്ടിൽ മത്സരിച്ച രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചു. വയനാട് ഉപേക്ഷിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞോ? വയനാടിനെ കാര്യം എങ്ങനെയാണ് നിങ്ങൾ വഞ്ചിച്ചു? ഒന്നുകിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തോൽക്കണം, അല്ലെങ്കിൽ റായ്ബറേലിയിൽ തോൽക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്ക് കയറൂ. ഞാനത് പറയട്ടെ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ പുഷ്പം പോലെ ജയിക്കും. അദ്ദേഹം വയനാടാണോ പറഞ്ഞിട്ടില്ല. ഞാനതാ ചോദിച്ചത്. ഞാനൊന്ന് പറയട്ടെ എൻ്റെ ലാലേ. അതായത് റായ്ബറേലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ പറയാൻ പെർസെൻറ്റേജ് അറിയണം. അതുവരെ വയനാട് ജയിക്കും ഞാൻ പറയുന്നു. ഒന്ന്, വയനാട് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിക്കും. പക്ഷേ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാം. റായ്ബറേലിയിൽ ജയിക്കും, വയനാട്ടിലും ജയിക്കും. രണ്ടും കൂടി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് കളയണ്ടേ? ഏത് കളയും? റായ്ബറേലി ഉപേക്ഷിച്ച് എന്താ കുഴപ്പമുള്ളേ? അല്ല, കുഴപ്പമൊന്നുമില്ല. അത് പറയണ്ടേ? റായ്ബറേലി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ പോയി അവിടെ റായ്ബറേലി ഉപേക്ഷിക്കാനാണോ? എങ്കിൽ ഇത് BJP-ക്ക് നല്ലൊരു അടിയാണിപ്പോ. അവരുടെ കൈ കിട്ടിയൊരു നല്ലൊരു ആയുധമാണ്. എന്റെ ഡോക്ടർ ലാല, ഒരു സാമാന്യ മര്യാദയിൽ നമ്മൾ രാഷ്ട്രീയം സംസാരിക്കൂ. ഇതൊരു തെരഞ്ഞെടുപ്പ് യുദ്ധമാണ്. നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് ഇപ്പോൾ കിടന്ന് വെപ്രാളപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് രാഹുൽ ഗാന്ധിയുടെ ഉത്തരേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു, നരേന്ദ്രമോദിക്ക് പേടി രാഹുൽ ഗാന്ധിയേക്കാൾ സമാജ്വാദി പാർട്ടിയാണ്, മറ്റ് പ്രാദേശിക പാർട്ടികളെയാണ്. അല്ലാതെ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പേടിച്ചാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മറ്റുള്ളവർ പറയട്ടെ. പക്ഷേ എനിക്ക് ഒരു ചോദ്യത്തിന് താങ്കളിൽ നിന്ന് കൃത്യമായ ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും റായ്ബറേലിയിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക കൊടുത്ത രാഹുൽ ഗാന്ധി റായ്ബറേലിയെയാണോ വയനാട്ടിനെയാണോ ഏതിനെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പുണരാൻ ഉദ്ദേശിക്കുന്നത്? എൻ്റെ ലാല, ഞാൻ പറഞ്ഞു കേട്ടെ. റായ്ബറേലിയിൽ എന്തിനാണ് മത്സരിക്കുന്നത്? അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്, ഒരു രാഷ്ട്രീയ യുദ്ധമാണത്. BJP-യെ നിലത്തിറക്കാൻ വേണ്ടി, താഴെ ഇറക്കാൻ വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അല്ലാണ്ട് അവിടെ മത്സരിച്ച് MP ആവാനല്ല. ആ ഫൈറ്റിന് രാഹുൽ ഗാന്ധി നിന്നു കൊടുക്കുന്നത് 80 മണ്ഡലങ്ങളുണ്ട് ലോക്സഭയിൽ. നമ്മുടെ UP-യിൽ നിന്ന്
ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ മണ്ഡലങ്ങളിലെ വിജയത്തിന് നെഹ്റു കുടുംബത്തിന്റെ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണ്. അതാണ് എന്റെ കാര്യം. ഇതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് കൊണ്ടുണ്ടായ ഒരു വലിയ വീഴ്ച. ആണെന്ന് പറയട്ടെ എന്റെ ലാലെ, എന്തൊരു കഷ്ടമാണിത്. എന്നാൽ നിങ്ങൾ ഇവിടെ സംസാരിക്കേ, പറയൂ. ഞാനിത് പറയട്ടെ, നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കേ. ചേലക്കരയിൽ നിന്നും കെ രാധാകൃഷ്ണൻ ആലത്തൂരിൽ പോയി മത്സരിക്കുന്നു. ഞാനത് പറയട്ടെ എന്റെ എന്തൊരു കഷ്ടമാണിത്. ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടില്ലെന്ന് അറിയാം. ഞാൻ ആരായാലും ഷിജു ഖാൻ ആണെങ്കിലും ലാലാണെങ്കിലും എനിക്ക് ഒരേപോലെ. ഞാനൊന്ന് പറയട്ടെ, അതായത് കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്നും ആലത്തൂരിൽ മത്സരിക്കാൻ പോയത് ചേലക്കരക്കാരെ ചതിച്ചിട്ടാണോ? മട്ടന്നൂരിൽ നിന്നും ശൈലജ വടകരയ്ക്ക് പോയത് മട്ടന്നൂരുകാരെ ചതിക്കാനാണോ? അതുപോലെ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം കൂടെ പറ. ഞാനിപ്പൊന്ന് പറഞ്ഞു കേട്ടെ, രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ യുദ്ധമാണ്. അത് നരേന്ദ്രമോദിയുടെ വെപ്രാളം കണ്ട് നിങ്ങൾ മനസ്സിലാക്കൂ. ഒരു MP ആകാനല്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം എടുത്ത് കളഞ്ഞവരാണ് BJP. എന്നിട്ടും അദ്ദേഹം ഇവിടെ നിലനിന്നു. റായ്ബറയിലായാലും വയനാട്ടിലായാലും ജയിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു തീരുമാനമെടുക്കും. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി പോകുമ്പോൾ ശ്രീ ഷിജു ഖാനെ പോലുള്ളത് മനസ്സിലാകാത്തത് CPM-ന് നിലപാടില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിലൊരു നിലപാട്, ബംഗാളിലൊരു നിലപാട്, ഞാൻ വരാം. ഡോക്ടർ ഷിജു ഖാൻ, ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. നിങ്ങളിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണല്ലോ ഇപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിലൊക്കെ വടക്കേന്ത്യയിലോട്ടൊക്കെ നിങ്ങളുടെ പ്രചാരണവും മുന്നോട്ട് പോവുക. ആ നിലയ്ക്കിതായിപ്പോൾ N. ശ്രീകുമാർ പറയുന്ന ഈ വിശദീകരണം കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണിയെ രക്ഷിക്കാനാകുമോ? ഇതൊരു വലിയ ഒരു അടിയായി പോയോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തു വെക്കുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് അവിടുത്തെ ഏറ്റവും പ്രബലമായ ശക്തിയായിരുന്നു ഒരു കാലഘട്ടം വരെ. പക്ഷേ ഇന്ന് അവിടുത്തെ 80 പാർലമെൻറ്റ് സീറ്റുകളിലെയും വിജയത്തിന് ഗാന്ധി കുടുംബത്തിൻ്റെ, നെഹ്റു കുടുംബത്തിൻ്റെ സ്വാധീനം അനിവാര്യമായതുകൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ പോയത് എന്നൊക്കെ പറയുന്നതിൽ ഇന്നത്തെ ഉത്തർപ്രദേശിൻ്റെ പിന്നെ പൊളിറ്റിക്സും അതിൻ്റെ ഡേറ്റയും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കഴിയില്ല. രണ്ടാമത്തെ പ്രശ്നം, അവിടുത്തെ യഥാർത്ഥത്തിൽ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയും ശ്രീ അഖിലേഷ് യാദവിൻ്റെയും നേതൃത്വത്തിലുള്ള ഒരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റ് ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞ 1ഉം 2ഉം ഘട്ടങ്ങളിൽ എലക്ഷൻ കഴിഞ്ഞ പടിഞ്ഞാറൻ UP അടക്കമുള്ള മേഖലകളെ പരിശോധിക്കുമ്പോൾ അവിടെ BJPക്ക് വലിയ തിരിച്ചടി ലഭിക്കാൻ പോവുകയാണ്. അതിലെ സ്ഥാനാർത്ഥി നിർണയം പോലുള്ള കാര്യങ്ങളിൽ, അതോടൊപ്പം പൊതുവിൽ അസ്വാരസ്യങ്ങളില്ലാതെ മുന്നണി രാഷ്ട്രീയത്തെ സംഘടിപ്പിച്ചു കൊണ്ടുപോയ അഖിലേഷ് യാദവിൻ്റെ ആ പ്രാഗൽഭ്യം, SP-യുടെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ്, ഇതൊക്കെ അതിലെ ഒരു പ്രധാന കാരണമാണ്. ശ്രീകുമാർ പറയുന്നത് കേട്ടാൽ ഉത്തർപ്രദേശിലെ 80 മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേ രാഹുൽ ഗാന്ധി അമേഠി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി തോറ്റു എന്ന് മാത്രമല്ല, ആകെ അവിടെ ജയിച്ചു വന്നത് ഒറ്റ സീറ്റാണ്. റായ്ബറേലിയിൽ മാത്രമാണ് ഈ പറഞ്ഞ നെഹ്റു കുടുംബത്തിന് അസാധാരണ സ്വാധീനമുള്ള 80 പാർലമെൻറ്റ് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ, ശ്രീകുമാർ പറഞ്ഞ പോലെ നെഹ്റു കുടുംബത്തിൻ്റെ സ്വാധീനമുള്ള ഉത്തർപ്രദേശിൽ ജയിച്ചു വന്ന അമേഠി മാത്രമാണ്, അല്ല റായ്ബറേലിയിൽ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അമിതമായ ആത്മവിശ്വാസമൊന്നും ശ്രീകുമാർ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അവർ വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ജയസൂര്യ ഇവിടെ ചില പരാമർശങ്ങൾ നടത്തി. പച്ചക്കൊടി നമ്മളെ സംബന്ധിച്ച് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതീകങ്ങളും ഭരണഘടനാപരമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ പിന്നെ പൊളിറ്റിക്കൽ പാർട്ടികളുടെയും അവകാശങ്ങളും ഒക്കെ ഈ രാജ്യത്തുണ്ട്. ഞങ്ങളുടെ പിന്നെ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ബൃന്ദ കരാട്ട് അവിടെ INL-ൻ്റെ പതാക പച്ചക്കൊടി ഉയർത്തി പിടിച്ചു എന്നുള്ളത് അടക്കം ശ്രീ ജയസൂര്യ ഇവിടെ പിന്നെ വിമർശിക്കുകയുണ്ടായി. ഇങ്ങനെ നിറങ്ങളോടൊക്കെ ഇത്രയും വലിയ വിരോധവും വിദ്വേഷവും പിന്നെ വെച്ച് പുലർത്തുന്നവർ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 1ഉം 2ഉം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മോഡിയുടെ ഭാഷ മാറി. ഇപ്പോൾ വികസനത്തെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും അവകാശപ്പെട്ട സകലമാന പൊള്ളത്തരങ്ങളും ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ കൃത്യമായ ഒരു മതധ്രുവീകരണത്തിലേക്ക് പോകുന്നു. തൊട്ടടുത്ത രാജ്യത്തെ കൂടി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഇങ്ങനെ ചേർത്ത് പറയുകയാണ്. എന്ന് മാത്രമല്ല,
മുസ്ലിം സമൂഹത്തെയൊക്കെ വളരെ കൃത്യമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അപ്രകാരമുള്ള പ്രീണനമാണ് രാജ്യത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ എവിടെ ഈ പിന്നെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ വീരവാദമൊക്കെ ഇപ്പോൾ പിന്നോട്ട് പോയോ? നരേന്ദ്രമോദിക്ക് ഇപ്പോൾ അതൊന്നും പറയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടത് പടിഞ്ഞാറൻ യു പിയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എടുത്താൽ അത് സഹരൻപൂർ ആകട്ടെ, മുസഫർ നഗർ ആകട്ടെ, ഖൈരാനെ ആകട്ടെ, ബിജ്നോർ ആകട്ടെ, നഗിനെ ആകട്ടെ, മൊറാദാബാദ് ആകട്ടെ, റാംപൂർ ആകട്ടെ, പിന്നെ രണ്ടാം ഘട്ടത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പ് നടന്ന പിന്നെ ഗൗതം ബുദ്ധ നഗർ, ബുലന്ദ് ഷഹർ, ഭാഗ്മത്ത്, അമ്രോഹ, മീററ്റ്, അലിഗഡ്, മധുര, ഗാസിയാബാദ്, ഇവിടെയൊക്കെ വലിയ വെല്ലുവിളി BJP നേരിടുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുപോലെ വളരെ വലിയ സീറ്റുകളൊന്നും BJPക്ക് ഇത്തവണ കിട്ടില്ല എന്ന് മാത്രമല്ല, രജ്പൂത്ത് വിഭാഗമടക്കം അതോടൊപ്പം അവിടുത്തെ ദളിത് ജനവിഭാഗങ്ങളടക്കം വളരെ ശക്തമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്ത് വരികയാണ്. പിന്നെ അതിനിടയിൽ എങ്ങനെയെങ്കിലും BSP ഈ BJPയുടെ ഒരു B ടീമായിട്ടൊക്കെ പിന്നെ നിന്നുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളെയും ദളിത് വോട്ടുകളെയും വിഭജിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള പദ്ധതികളാണ് അവിടെ ആരായുന്നതെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെയല്ല, ഈ തെരഞ്ഞെടുപ്പിൽ SP നയിക്കുന്ന അവിടുത്തെ സഖ്യം വളരെ കൃത്യമായി അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഈ BSP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെയും BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും വളരെ ഭദ്രമായിട്ട് അതിനെ നേരിടും, ഒരു സംശയവും വേണ്ട. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇവിടെ നിന്ന് പെട്ടെന്നെടുത്ത ഡേറ്റയാണ്. 2014 തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നത് 9 സീറ്റാണ്. റായ്ചൂർ, ചിത്രദുർഗ, ചാമരാജനഗർ, ചിക്കോടി, ഗുൽബർഗ, ചിക്കബെൽഗപൂർ, തുംകൂർ, കോലാർ ഉൾപ്പെടെ 9 സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ താഴേക്ക് പോയല്ലോ. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് 3 സംസ്ഥാനങ്ങളിലെ ബോർഡർ മത്സരിച്ചു എന്ന് പറയുന്ന കർണാടകയിൽ പിറകോട്ട് പോയി. അപ്പോൾ കർണാടകയും തമിഴ്നാടും കേരളവും ഒക്കെ ഒരുമിച്ച് പിടിക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എന്നൊക്കെ പറയുന്നതിൽ ഒരു പ്രത്യേകിച്ച് വസ്തുതയും ഇല്ല എന്ന് ഞാൻ പറയാം. പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഒറ്റ നേതാവ് രാഹുൽ ഗാന്ധി ഒന്നുമല്ല. ഒറ്റ നേതാവ് ഇന്ത്യ പിന്നെ കൂട്ടായ്മയ്ക്ക് ഇല്ല. ഇന്ത്യ കൂട്ടായ്മയുടെ നേതൃത്വവും കോൺഗ്രസ് ആണെന്നൊക്കെ പറയുന്നതിൽ ഇവിടെ ഈ കേരളത്തിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമം നടന്നിട്ടുള്ളത്. നിങ്ങൾ കാണേണ്ടത് ഇന്ത്യയിലെ പ്രാദേശിക പാർട്ടികൾ അതിൽ വളരെ നിർണായകമാണ്. പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ അതിൽ വലിയ നിർണായകമാണ്. പുരോഗമന പാർട്ടികൾ വളരെ പ്രധാനപ്പെട്ട പങ്ക് അതിൽ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തെയും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെയും പ്രാദേശിക പാർട്ടികളെയും എല്ലാം തള്ളിക്കളഞ്ഞ് ഇന്ത്യ മുഴുവൻ ഇതിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ ഗാന്ധി പറയും എന്നൊക്കെ പറയുന്നതിൽ ഇവിടെ TV ചർച്ചയിലൊക്കെ പറയാൻ കൊള്ളാം. പക്ഷേ ഡേറ്റാസ് പരിശോധിക്കുമ്പോൾ ഞാൻ കൃത്യമായും ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ട് സംസാരിച്ചാൽ ഈ പറഞ്ഞതിൽ ശരിയല്ല. പിന്നെ കഴിഞ്ഞ തവണ വലിയ വിജയം നേടിയ BJP വലിയ വിജയം നേടിയ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ബീഹാർ, ഇതിൽ ബീഹാറിൽ ആ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് അല്ല, നമ്മൾ കാണേണ്ടതുണ്ട്. മഹാരാഷ്ട്രയിൽ ആ BJP വിരുദ്ധ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് അല്ല, അത് വളരെ ഉത്തർപ്രദേശിൽ ആ മുന്നണിയെ നയിക്കുന്നത് കോൺഗ്രസ് അല്ല. പിന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളായിക്കോട്ടെ, അവിടെ ഒന്നും ഇന്ത്യ കൂട്ടായ്മയെ നയിക്കുന്ന കോൺഗ്രസ് അല്ല. ദക്ഷിണേന്ത്യ എടുത്താൽ പിന്നെ ആന്ധ്രാപ്രദേശ് ആകട്ടെ, തമിഴ്നാടാകട്ടെ, പിന്നെ കേരളമാകട്ടെ, ഇവിടെ ഒന്നും ഈ കൂട്ടായ്മയെ നയിക്കുന്നത് കോൺഗ്രസ് അല്ല. ശരി, അതുകൊണ്ട് കോൺഗ്രസ് തീരുമാനിക്കുമെന്നും രാഹുൽ ഗാന്ധി തീരുമാനിക്കുമെന്നൊന്നും പറയുന്നത് ശരിയല്ല. പിന്നെ അദ്ദേഹം ഇവിടെ BJPക്ക് ഒരു സഹായം ചെയ്തു. ഇത് ശ്രീ ലാൽ നമ്മൾ കാണണം. ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും പിന്നെ സമാജ്വാദി പാർട്ടിയും അടക്കമുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി BJPയെ പരാജയപ്പെടുത്താൻ ഈ റായ്ബറേലിയിലും അമേഠിയിലും ഇറങ്ങി നിൽക്കുമ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ എന്താ, പിന്നെ റായ്ബറേലിയിൽ പിന്നെ തുടരുമെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. രാഹുൽ ഗാന്ധി അവിടെ ജയിച്ചാൽ അദ്ദേഹം അവിടെ നിൽക്കുമെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം അവിടെ നിൽക്കില്ല, അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് എന്നൊരു ക്ലിപ്പിംഗ്സ് ഇപ്പോൾ തന്നെ BJPക്ക് വളരെ സഹായകരമായി തീരും. മറുപടി പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ജയസൂര്യൻ, താങ്കളിൽ നിന്ന് അറിയേണ്ടത് ഈ കാര്യമാണ്. ഈ കൊടുക്കൽ വാങ്ങൽ BJPക്ക് ഉണ്ടോ, കോൺഗ്രസിനും BJPയും തമ്മിൽ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ ആളുകൾക്കും താല്പര്യമുണ്ടാകും. കാരണം ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ ഇങ്ങനെ ഫോക്കസിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത് നരേന്ദ്രമോദിയാണ്, കോൺഗ്രസിനെ കൊണ്ടുവന്ന് നിർത്തുന്നത് നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളാണ് എന്നൊക്കെ ഒരു പറച്ചിൽ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഷിജു ഖാൻ പറഞ്ഞതുപോലെ പലയിടത്തും കോൺഗ്രസ് അല്ല, പ്രാദേശിക പാർട്ടികളാണ്, ഒരു മുന്നണിയാണ്, പ്രാദേശികമായ മുന്നണികളൊക്കെയാണ് ഇന്ത്യ മുന്നണിയുടെ വലിയ ശക്തിയായി മുമ്പിൽ നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി എന്നൊരു ഒറ്റ നേതാവൊന്നുമല്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കാട്ടി വയനാടിനെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ റായ്ബറേലിയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക്
വലിയ രീതിയിൽ എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്നത് BJPയുടെ കൂടി തന്ത്രമാണോ? രാഹുൽ ഗാന്ധി അതിനുള്ള അവസരങ്ങൾ ധാരാളം തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഈ പച്ചക്കൊടിയെക്കുറിച്ച് പറഞ്ഞല്ലോ, ഞങ്ങളുടേത് പച്ചക്കൊടിയാ. BJPയുടെ കൊടി, ആ കൊടിയിൽ 1/3 പച്ചയാണ്. ഞങ്ങൾക്ക് ഒരു മടിയുമില്ല അത് ഉയർത്തിപ്പിടിക്കാൻ. അപ്പോൾ പച്ചയുണ്ട് കോൺഗ്രസിന്റെ കൊടിയിൽ, പക്ഷെ അത് ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് പേടിയാ. അപ്പോൾ കോൺഗ്രസിന് പച്ച 1/3 കൊടി ഉയർത്താൻ പേടിയാണ്. എന്നാൽ BJPയുടെ പച്ചക്കൊടി BJP ഉയർത്തിപ്പിടിക്കാൻ ഒരു മടിയില്ല. ഇവിടെ ഇപ്പൊ ജേക്കബ് ജോർജ് സാർ പറഞ്ഞല്ലോ, ഇത് പാകിസ്ഥാനിലെ ലീഗല്ല, ഇവിടുത്തെ ലീഗാണ്. ഇത് കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണ്, ജനാധിപത്യ കക്ഷിയാണ്. അപ്പോൾ പാർലമെന്റിൽ ഞങ്ങൾക്ക് പിന്തുണ തരുന്നതാണ്. അങ്ങനെയൊക്കെ ആണ് എന്ന് ജേക്കബ് ജോർജ് സാറിന് അറിയാമെങ്കിൽ ഇതൊന്ന് തുറന്നു പറയാനുള്ള തന്റെ ഇടം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസുകാർക്കും ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? ഇതാണ് എന്റെ ചോദ്യം. ഇതാണ് BJP ഇന്ത്യ മുഴുവൻ ചോദിക്കുന്നത്. അല്ല, ഇത് ഇങ്ങനെ തുറന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിങ്ങനെ തുറന്ന് പറയിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇത് മാത്രം ചർച്ചയാക്കണം. നിങ്ങൾക്ക് വലിയ വികസനമൊക്കെ ആദ്യം പറഞ്ഞതൊക്കെ അങ്ങ് മാറ്റിവെച്ചു. നേരത്തെ ഷിജു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് ഇതാണ്. രാഹുൽ ഗാന്ധി ഇങ്ങനെ എന്തെങ്കിലും പറയുക, പച്ചക്കൊടിയെക്കുറിച്ച് പറയുക, പാകിസ്ഥാനെ കുറിച്ച് പറയുക, ചില സമുദായങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് പറയുക, ഇത് മാത്രം മതി നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ. എന്താണത്? അല്ല, അതിനുള്ള അവസരം രാഹുൽ ഗാന്ധിയാണ് ഉണ്ടാക്കുന്നത്. രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടി, ഭരണകക്ഷിയായിട്ടുള്ള BJP അത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കും. ഇനി അദ്ദേഹം BJPയെ നേരിടാനാണ് UPയിലേക്ക് വന്നതെങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു, അമേഠി ഞാൻ തിരിച്ചു പിടിക്കും, എന്റെ മണ്ഡലം ഞാൻ തിരിച്ചു പിടിക്കാൻ ഇതാ ഞാൻ അമേഠിയിലേക്ക് വരുന്നു. അത് പറയാനുള്ള തന്റെ ഇടമില്ലല്ലോ. അതല്ലെങ്കിൽ ഞാൻ നരേന്ദ്രമോദിയെ നേരിടാനാണ് വരുന്നതെങ്കിൽ ഞാൻ വാരണാസിയിൽ മത്സരിക്കും, എന്നിട്ട് നരേന്ദ്രമോദിയെ തോൽപ്പിക്കും, ഞാൻ പ്രതിപക്ഷ നേതാവാണ് എന്ന് പറയണ്ടേ? അപ്പോൾ അത് രണ്ടും പറയാത്ത എന്താ? വാരണാസിയിൽ മത്സരിക്കാൻ തന്റെ ഇടമില്ല, അമേഠിയിൽ തിരിച്ചു പിടിക്കാൻ തന്റെ ഇടമില്ല. പിന്നെ ഈ പറഞ്ഞ റായ്ബറേലിയിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. റായ്ബറേലിയും കൂടി BJPക്ക് അടിയറ വെക്കുക തന്നെ ചെയ്യും. ഇവിടെ ചോദിച്ച ചോദ്യം ഈ പറഞ്ഞ രാഹുലിന് എന്തിനാണ് അവസരം കൊടുക്കുന്നത്, രാഹുലിനെ എന്തിനാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ലാല് പറഞ്ഞത് വളരെ വസ്തുതയാണ്, ലാല് പറഞ്ഞത് സത്യമാണ്. അതായത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളായ പ്രാദേശിക പാർട്ടികൾ, ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും DMK ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള കൂടുതൽ സീറ്റുള്ള പ്രാദേശിക പാർട്ടികളോടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് മത്സരിക്കുന്നത്. തൃണമൂലിനേക്കാൾ സീറ്റ് കുറഞ്ഞു പോകുമോ, DMKയേക്കാൾ സീറ്റ് കുറഞ്ഞു പോകുമോ? ഇതാണ് രാഹുലിന്റെ ഏറ്റവും വലിയ ഭയം. അപ്പോൾ രാഹുൽ എന്ന് പറയുന്നത് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടത് ഇന്ത്യ മുന്നണിക്കകത്താണ്. ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാർ രാഹുലിനെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ രാഹുലിനെ മുന്നോട്ട് നിർത്തുക എന്നുള്ളത് BJPയുടെ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. ആ രാഷ്ട്രീയ തന്ത്രം ഞങ്ങൾ ഭംഗിയായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ തിരിച്ചു വരാം, വളരെ കുറച്ച് സമയം ബാക്കിയുള്ളൂ. എന്നാലും ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചത് കൊണ്ടുണ്ടായിരിക്കുന്ന അപകടം, ഇപ്പോൾ ഈ രീതിയിലൊക്കെ റായ്ബറേലിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഇപ്പോൾ അവിടെ പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് BJP അതിനെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഈ ചർച്ചയിൽ തന്നെ നമ്മൾ കണ്ടു. എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയിലേക്ക് കടന്നു വരുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് കേരളത്തിലുള്ള കോൺഗ്രസ്സുകാരാണെങ്കിൽ കൂടി രാഹുൽ ഗാന്ധിയെ ഇടയ്ക്ക് ഉപദേശിച്ച് വയനാട്ടിൽ കൊണ്ടുപോയി പ്രചരിപ്പിച്ചതിൻ്റെ കൂടി ഒരു തിക്തഫലമാണ്. അത് കോൺഗ്രസ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ തെറ്റ് തിരുത്തുന്നുണ്ടോ? ഇല്ല, കോൺഗ്രസ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ അകത്ത് തെറ്റും ശരിയും ഒന്നും ആലോചിക്കാൻ ഇനിയിപ്പോൾ സമയം കോൺഗ്രസ്സിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ഒരു മുസ്ലിം വർഗീയതയിൽ കയറി പിടിച്ചിരിക്കുകയാണ്. മുസ്ലിം അതാണ് പ്രധാനം. കോൺഗ്രസ് മുസ്ലിങ്ങളുടെ കൂടെ കൂടും. വയനാട്ടിൽ നിന്ന് ഒരു പച്ചക്കൊടി കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ റായ്ബറേലിയിൽ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊടി പിടിക്കാത്തതും ചർച്ചയാവുകയാണ്. കൊടി പിടിക്കാത്തത് അതെ തന്നെ. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജയസൂര്യൻ പറയുന്നത് ഇപ്പോഴും അദ്ദേഹത്തെ അതിൽ നിന്ന് വിട്ടിട്ടില്ല. പക്ഷേ നല്ല രാഷ്ട്രീയം പറഞ്ഞല്ലേ ഇന്ത്യയെ പോലൊരു ജനാധിപത്യ സമൂഹത്തിൽ വോട്ടർമാരെ അഭിമുഖീകരിക്കേണ്ടത്. എന്തുകൊണ്ട് ഈ ചീഞ്ഞളിഞ്ഞ വർഗീയത പറയുന്നു? അതാണ് എൻ്റെ ചോദ്യം. നാണക്കേടല്ലേ? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എന്നല്ല, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പ്രധാനമന്ത്രി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രധാനമന്ത്രി എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടുത്തെ ജനതയുടെ മുഴുവൻ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ പിണറായി വിജയൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളുടെ മുഴുവൻ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം ഹിന്ദു സമുദായത്തെ കൂടെ നിർത്തിയിട്ട് മുസ്ലിം സമുദായത്തെ ഇങ്ങനെ തള്ളിപ്പറയുന്നത്, ഔദ്യോഗികമായിട്ട് തള്ളിപ്പറയുന്നത്, അങ്ങനെ മുസ്ലിം സമുദായത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് ശരിയല്ല എന്ന് തന്നെ ഞാൻ പറയും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പേരിൽ പച്ചക്കൊടി വിവാദവും പച്ച നിറവും ഒക്കെ ഉപയോഗിക്കുന്നത് പോലും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെ ഉറക്കെ പറയും. ശരി, ഒറ്റ മിനിറ്റ് ശ്രീ ജയസൂര്യൻ, അതിനോട് മറുപടി എന്താണ്? ഈ പച്ചക്കൊടി എന്ന് പറയുന്നത് മുസ്ലിമുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് CPM-ഉം കോൺഗ്രസുമാണ്. ഞാൻ പറഞ്ഞല്ലോ, BJP-യുടെ കൊടിയിൽ പച്ചയുണ്ട്, കോൺഗ്രസിന്റെ കൊടിയിൽ പച്ചയുണ്ട്. ഇത് ഞങ്ങളുടെ പാർട്ടി സഖ്യകക്ഷിയാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടമില്ലാതെ പോയ കോൺഗ്രസിന്റെ മനസ്സ് നിറയാണ് വർഗീയത. ജേക്കബ് ജോർജ് സാറിന്റെ മനസ്സ് നിറയെ വർഗീയതയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. കോൺഗ്രസിന്റെ മനസ്സ് നിറയെ വർഗീയതയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. ഉയർത്തുന്നത് ഞങ്ങൾക്ക് വർഗീയത തോന്നുന്നില്ലല്ലോ. അതെ അതെ, ഒട്ടും വർഗീയതയില്ല. പാകിസ്ഥാനിൽ ഉള്ള ആളുകൾ എങ്ങനെയാണ്, എന്താണ് പ്രാർത്ഥിക്കുന്നത്, ഇവിടെ പച്ചക്കൊടി ഉയർത്തിയാൽ നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ തവണ കാണിച്ചത്, ഇതൊക്കെ കാണിച്ചതെന്നാണ് നിങ്ങൾ. ഇതൊക്കെ ഒട്ടും വർഗീയതയില്ലാത്തതുകൊണ്ടാണ്. പാകിസ്ഥാൻ രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിക്കുമ്പോൾ പാകിസ്ഥാന്റെ മാനസപുത്രനാണ് രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരും. അത് സത്യമാണ്. ആ വസ്തുത ഞങ്ങളോട് പറയുമ്പോൾ അത് അതിനൊക്കെയുള്ള തെളിവ് എവിടെ? നിങ്ങൾ അതാണോ ഇവിടുത്തെ ചർച്ച? ഇവിടുത്തെ നാട്ടുകാർക്ക് നിങ്ങൾ കഴിഞ്ഞ തവണ കൊടുത്ത വാഗ്ദാനമൊക്കെ നടപ്പിലാക്കിയോ എന്ന് പറയൂ. അതല്ലേ പറയേണ്ടത്. ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിലുള്ള ആളുകൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയാതെ ഇവിടെയുള്ള ആളുകളുടെ പ്രാർത്ഥന എന്താണ്, അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പറയും. ഒറ്റ മിനിറ്റ് കഴിഞ്ഞുപോയി ശ്രീ ജയസൂര്യൻ, ദയവായി. BJP അധികാരത്തിൽ വരുന്നത് അല്ല, ലാല എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ. ശ്രീകുമാർ എന്നുള്ള പേര് മാത്രമേ. അതെ, ചോദ്യം പ്രത്യേകിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല. അതാ കേട്ടല്ലോ. എന്താണ് ഇനി ഈ ചെയ്തു വെച്ചതൊക്കെ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാകുന്നു മാത്രമാണ്. ശരി, ഞാൻ രണ്ട് കാര്യം പറയാം. അല്ല, രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടിയാണെന്ന് ജയസൂര്യനും അതുപോലെ എൻ്റെ സുഹൃത്ത് ഷിജു ഖാൻ ഒരുമിച്ച് പറയും, തെറ്റൊന്നുമില്ല. കാരണം കേരളത്തിലെ CPM ഇന്ത്യ മുന്നണിയിലില്ല. ആകപ്പാട് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റർ അടിച്ചത് കോട്ടയത്തുള്ള നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ തോമസ് ചാഴികാടൻ മാത്രമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ അഖിലേഷ് യാദവും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ ഒന്നിച്ച് പോരാടുമ്പോൾ, ബംഗാളിലെ അധീർ രഞ്ജൻ ചൗധരിയും ബിമൽ മോസ്തൊക്കെ ഒരുമിച്ച് പോരാടുമ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രിയായ പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് ഒരു റോളുമില്ല ഈ രാഷ്ട്രീയത്തിൽ, ഈ തെരഞ്ഞെടുപ്പിൽ. അത് മനസ്സിലാക്കണം. അപ്പൊ വഴിയെ കൂടെ പോയ കാര്യങ്ങൾക്ക് പോലും പിണറായി വിജയനിൽ പറഞ്ഞു നിർത്തുക, അതാണ്. ഒരു മിനിറ്റ് കഴിഞ്ഞുകൊണ്ടാണ് ഇടപെട്ടത്. ഡോക്ടർ ഷിജു ഖാൻ, താങ്കൾ ഈ ചർച്ച അവസാനിപ്പിക്കാം. വേണ്ടി പ്രസംഗിക്കണം. ഷിജു ഖാൻ, ഈ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ധരണി ഞാൻ ഓർമ്മിക്കുകയാണ്. ഡൽഹിയിലേക്കുള്ള പാത സംസ്ഥാനങ്ങൾ വഴിയാണ്. ഇവിടെ ബംഗാളിലെ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും BJP-യും നടപ്പിലാക്കുന്ന മനുഷ്യവേട്ടയെയും ജനാധിപത്യ കുരുതിയെയും നേരിട്ടേ മതിയാവൂ. ത്രിപുരയിലും ഇവിടെ ശ്രീകുമാർ പറയുന്ന പോലെ അല്ല ത്രിപുരയിലെ കോൺഗ്രസ്സുകാർ നേരിടുന്ന പ്രതിസന്ധി. ശ്രീകുമാർ സാറിന് ഇവിടെ എന്ന് പറയാം. അപ്പോൾ അവിടെ കോൺഗ്രസ് ആഫീസുകളും CPM ആഫീസുകളും ഒക്കെ BJP തകർക്കുമ്പോൾ അവിടെ ജനാധിപത്യത്തെ സംരക്ഷിച്ചേ മതിയാവൂ. ഈ കേരളത്തിൽ BJP കടന്നു വരാത്തതും കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന BJP-യുടെ നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ചതുമൊക്കെ സഹോ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷം തന്നെയാണ് BJP-യെ വളരെ ശക്തമായി ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ കാണേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി സഹോ പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിലടയ്ക്കുന്നില്ല? ഒരു പക്ഷേ ഈ കാലഘട്ടം കേട്ട ഏറ്റവും വിഡ്ഢിത്തം നിറഞ്ഞ ഒരു വാചകമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ. കാരണം ഇന്ത്യ ചരിത്രം അറിയാവുന്നവർക്കറിയാം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെ ഒന്നടങ്കം ജയിലിലടയ്ക്കാനുള്ള കോൺസ്പിറസി BJP നെയ്യുമ്പോൾ ആ കോൺസ്പിറസിക്ക് കോൺഗ്രസ് ശക്തി കൂട്ടുന്ന ഒരു പ്രസ്താവനയായിപ്പോയി രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ എല്ലാവരും അതിൽ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് ഇനിയെങ്കിലും തിരിച്ചറിയുമോ, രാഹുൽ ഗാന്ധി അത് തിരിച്ചറിയുമോ എന്നാണ് അറിയേണ്ടത്. ഏറ്റവും വലിയ ഒരു കാര്യം, റായ്ബറേലിയും വയനാടും ഇനി രാഹുൽ ഗാന്ധി ജയിച്ചു എന്ന് കരുതുക, എവിടെയാണ് അദ്ദേഹം നിൽക്കാൻ പോകുന്നത് എന്ന ചോദ്യം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കും. കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ടിയും വരും. അവിടെയാണ്, ആ ഉത്തരമാണ് ഈ ചെയ്തു വച്ചതിൻ്റെ ഒക്കെ ഫലമായി മാറുന്നത്. വളരെ നന്ദി
ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ ഷിജു ഖാൻ, എൻ ശ്രീകുമാർ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, ജേക്കബ് ജോർജ്. ന്യൂസ് അവസാനിക്കുന്നു.